നമസ്കാരം. കർമ്മം കർമ്മഫലം അവശ്യമനുഭവോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീയത്തെ കർമ്മ കൽപ്പകോടി ശതൈരപി. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കും. അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ ശാസ്ത്രം തന്നെയാണ്. ഇന്നത്തെ ഭാഷയിൽ താങ്കൾ സയൻസ് എന്ന് വിവക്ഷിച്ചോളൂ, കുഴപ്പമില്ല. ആക്ഷൻ കോസസ് റിസൾട്ട്. എന്താണോ ചെയ്തത് അത് ഫലം അനുഭവിക്കും. ഒരു ചെറിയ സംഭവം, ഒരു ചെറിയ കുടുംബം ജ്യോതിഷം നോക്കാനായിട്ട് വീട്ടിൽ വന്നിരുന്നു. അതിൽ 2 കുട്ടികൾ. അതിൽ ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. കർമ്മത്തെക്കുറിച്ചൊക്കെ ക്ലാസ്സൊക്കെ എടുത്തു. അവർ കർമ്മമാണ് കർമ്മഫലത്തെ തരുന്നത്, ആക്ഷൻ കോസസ് റിസൾട്ട് എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയപ്പം ഇത് ശരിയാണല്ലോ, എന്താണോ ചെയ്യുന്നത് അതാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. അവർ വീട്ടിൽ പോകുന്ന വഴിക്ക് ഏതോ ഒരു വാഹനം ഇടതുവശത്തു നിന്നും ഓവർടേക്ക് ചെയ്തു. ഇതിനെക്കുറിച്ച് കുട്ടി വീട്ടിൽ പോയിട്ട് വാട്സപ്പിലൊരു മെസ്സേജാണ്, ഇങ്ങനെ ഒരു വാഹനം ഇടതുവശത്തോടുകൂടി ഓവർടേക്ക് ചെയ്തു, ഞങ്ങളുടെ വണ്ടി റോഡിൽ പെട്ടെന്ന് ബ്രേക്ക് ഇടേണ്ടി വന്നു, നമുക്ക് ഭയം ജനിച്ചു, ഇതൊരു ദുഷ്കർമ്മമല്ലേ എന്നുള്ള രീതിക്ക് വലിയൊരു പാരഗ്രാഫ് എഴുതി വാട്സപ്പിൽ അയച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഉത്തരം ദുഷ്കർമ്മം തന്നെയാണ്. ഇതെങ്ങനെ നമുക്ക് ചിന്തിക്കാം? കാരണം കർമ്മം എന്ന് ചിന്തിച്ചാൽ തന്നെ ഇന്ന് നാം പൂർവ്വജന്മങ്ങളിലേക്ക് പോവുകയാണ്. എന്തിനാണ് അവിടെ പോകുന്നതെന്ന് അറിയുന്നില്ല. കർമ്മം എന്ന് പറയുന്നത് മനസ്സ്, വാക്ക്, പ്രവൃത്തി. ഇതിൻ്റെ റിസൾട്ട് എപ്പോൾ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് സെൻസിൽ ആർക്കും പറയുവാൻ സാധിക്കില്ല. കർമ്മണാ ഗഹനോ ഗതിഹി എന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ ഈ കർമ്മത്തെ നാം കീറി മുറിച്ച് പഠിക്കുവാൻ ശ്രമിക്കുകയാണ്. അതിന് അസാധ്യമാണ്. അപ്പോൾ ഈ കർമ്മം എന്നുള്ളത് സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത് പ്രവൃത്തി ഫലം. അപ്പോൾ ഈ കുട്ടിയുടെ വ്യാഖ്യാനം, ഇല്ലെങ്കിൽ ആ കുട്ടി എഴുതിയ വിഷയത്തിൽ നിന്ന് മനസ്സിലായത്, ഇവരുടെ വാഹനം മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തോടു കൂടി ഓവർടേക്ക് ചെയ്ത വേറൊരു വാഹനം, ഇവർക്ക് റോഡിൽ ബ്രേക്ക് പിടിക്കേണ്ടി വന്നു, ഒരു ഭയം ജനിച്ചു, പെട്ടെന്ന് വന്നു. അപ്പോൾ ഇത് ദുഷ്കർമ്മമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ. കാരണം നമ്മളിതെല്ലാം കാഷ്വലായിട്ട് എടുത്ത് മുന്നോട്ട് പോവുകയാണ്, വളരെ കാഷ്വലായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതൊന്നും നാം ശ്രദ്ധിക്കുന്നില്ല. റോഡിൽ വണ്ടി ഓടിക്കുന്നു, റോഡ് എൻ്റെ റോഡാണ്, തോന്നിയതുപോലെ ഓടിക്കും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ തെറ്റായാൽ പോലും മറ്റുള്ളവനെ ചീത്ത വിളിക്കുകയാണ്. ഇത് ദുഷ്കർമ്മമാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. 100% അതെ എന്ന് പറയേണ്ടി വരും. ഇനി കേരളത്തിലുള്ളവരടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദുഷ്കർമ്മ ഫലം വരുമ്പോൾ നോക്കാം എന്നുള്ള ഒരു ഡയലോഗുണ്ട്. അത് നമ്മുടെ കൂടെ പറപ്പാണ്. അത് അന്ന് നമുക്ക് ചിന്തിക്കാം, അന്ന് നോക്കാം, ഇന്നേ ആവശ്യമില്ലല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ഇങ്ങനെ ഇതുപോലുള്ള 100,000 പ്രവൃത്തി ദിനം പ്രതി ചെയ്തു പോരുന്ന ഒരു മനുഷ്യൻ 40-ാമത്തെ വയസ്സിൽ 50-ാമത്തെ വയസ്സിൽ ഞാൻ ജീവിതത്തിൽ സത്കർമ്മം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ജ്യോത്സ്യൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എനിക്കെന്തുകൊണ്ട് ദുഃഖഫലം എന്നുള്ളതാണ്. കാരണം നമ്മളിത് വളരെ നിസ്സാരമായി കാണുകയാണ്. ഒരാൾ വണ്ടി മര്യാദയ്ക്ക് റോഡിലൂടെ ഓടിച്ചു പോകുന്നു, ആ വണ്ടിയുടെ പുറകെ നിന്നുകൊണ്ട് വലിയ രീതിക്ക് നല്ല ശബ്ദത്തിൽ ഹോണടിച്ചു അയാളെ പേടിപ്പിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇടതുവശത്തോടു കൂടി വണ്ടി ഓവർടേക്ക് ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ പല രീതിക്കും ആ വാഹനം ഓടിക്കുമ്പോഴുള്ള മര്യാദകളെല്ലാം പാലിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത. ആരാണ് ചെയ്യുന്നത് ചിന്തനീയമാണ്, പറയാൻ വളരെ എളുപ്പമാണ്. കാരണം റോഡ് ചെറുതാണ്, പല ന്യായീകരണങ്ങളും, അത് ചെയ്യാതിരിക്കാൻ വേണ്ടി 1000 ന്യായീകരണങ്ങൾ നമ്മൾ കൊണ്ടുവരും. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ ഒരു ന്യായം പോലും നമ്മളെടുത്തില്ല. ദുഃഖകരമായ അവസ്ഥയാണ്. ആ കുട്ടിയുടെ ചിന്ത റിയലി അപ്രീഷ്യബിളാണ്. കാരണം ഇങ്ങനെ ഇത് ചിന്തിച്ച് വീട്ടിൽ പോയി ഒരു കഥ പോലെ എഴുതി അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ, ഇതെന്താണ് എന്നുള്ളത്. അപ്പോൾ ചെറിയ പ്രവൃത്തി പോലും ആ പ്രവൃത്തിയുടെ ഫലം ഉണ്ടാക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം വാക്ക് കൊണ്ട് ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കാം, വാക്ക് കൊണ്ട് മനുഷ്യനെ ദുഃഖിപ്പിക്കാം, അവനെ ചീത്ത വിളിച്ച് ഇല്ലാതാക്കാം. കാരണം നല്ലൊരു ഉദാഹരണം പറയാം. ഈ ഒരു നോളജ് അല്ലെങ്കിൽ ഈ ഒരു ശാസ്ത്ര വിഷയവുമായിട്ടോ ഇല്ലെങ്കിൽ ഈ ഒരു സംസ്കാരവുമായിട്ടോ ബന്ധമില്ലാതെ ഒരാൾ ഈ വീഡിയോയിൽ കയറി വന്ന് വല്ല പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്ന് പറഞ്ഞ് ഭാഗവതം വായിക്കുന്ന ആളുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, ശാസ്ത്രീയ സംഗീതം ആലപിക്കുന്ന ഏതെങ്കിലും സംഗീതജ്ഞന്മാരുടെ വീഡിയോയിൽ പോയി കമൻറ്റ് ചെയ്യുക, പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് അവരെ ബുള്ളിങ് ആയിട്ടുള്ള കുറേ അസഭ്യമായ ഭാഷയിൽ അത് എഴുതുക,
താല്പര്യമില്ലെങ്കിൽ ആ വീഡിയോ കാണരുത്, ഇല്ലെങ്കിൽ അതുപോലെയുള്ള വീഡിയോകൾ ശ്രദ്ധിക്കാതിരുന്നാൽ മതിയല്ലോ. നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് നമ്മൾ നോക്കുന്നില്ല, അത്രമാത്രം. ആരെയും വേദനിപ്പിക്കുന്നില്ല. നമുക്കറിയത്തില്ല എന്നുള്ള ഒരു ഒറ്റ മന്ത്രമാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. അറിയത്തില്ല. ഈ കർമ്മം, കർമ്മഫലം എന്നുള്ളത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഈ അമ്മയെ തല്ലുന്നത് മാത്രമല്ല ദുഷ്കർമ്മം, ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ദുഷ്കർമ്മം തന്നെയാണ്. ഇങ്ങനെ ഒരു 100,000 പ്രവൃത്തി ചെയ്യുന്ന ഒരു മനുഷ്യൻ ഗുരുവായൂരപ്പൻ്റെ നടയിൽ പോയിട്ട് കൃഷ്ണ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹം ഉപദേശിച്ചിട്ടുള്ളത്? യതോ ധർമ്മസ്തതോ ജയ എന്ന് മഹാഭാരതത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. ധർമ്മം എവിടെയാണോ, അപ്പോൾ ധർമ്മത്തെ നോക്കുന്നത് ശിവൻ. നന്ദി ഭഗവാൻ ധർമ്മമാണ്. ധർമ്മോ ഹി ഭഗവാൻ വൃഷഃ. ആ ധർമ്മത്തെ നോക്കുന്നതാണ് ശിവൻ. ഇതിലൂടെ എന്താണ് വ്യക്തമാകുന്നത്? ധർമ്മം ചെയ്യുന്നവനെ ധർമ്മം രക്ഷിക്കും, ഇല്ലെങ്കിൽ ശിവൻ രക്ഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ ശിവൻ വരണമെങ്കിൽ ധർമ്മം ചെയ്യണം എന്നുള്ള മെസ്സേജിനെ നമ്മളെടുത്ത് എത്തിച്ചു തന്നു. നമ്മൾ ഈ കാണുന്ന അധർമ്മ പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് അവസാനം രാവിലെ ഒരു നിർമ്മാല്യ ദർശനം ഇല്ലെങ്കിൽ ക്ഷേത്രാടനത്തിൽ പോകുന്നു, 4 തവണ നമസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം കഴിഞ്ഞിട്ട് ഈ ദോഷങ്ങൾ മാറുന്നില്ല. നേരെ ജ്യോത്സ്യൻ്റെ അടുത്ത് വരുന്നു. രാഹുവാണോ കേതുവാണോ ശനിയാണോ എന്ന് നോക്കി പോരുകയാണ്. ഇതിങ്ങനെ ഒരു ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാം എല്ലാവരും. ആയതിനാൽ ഇവിടെ പറയുവാൻ ഉദ്ദേശിച്ചത്, പഞ്ചമഹായജ്ഞങ്ങൾ നല്ല രീതിക്ക് സാധിക്കുന്ന രീതിക്ക് അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നതാകയാൽ ദോഷങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങൾ കുറഞ്ഞു പോകും. ഇവിടെ ഇരിക്കുന്നവൻ ഈ സനാതനധർമ്മത്തിൻ്റെ എന്തോ ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവായിട്ട് ആരും കാണരുത്. ദയവ് ചെയ്തൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം നമ്മളെ വെച്ചുകൊണ്ടല്ല ഈ സനാതനധർമ്മം നിലനിൽക്കുന്നത്. അറിയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് പോരുന്നേ ഉള്ളൂ. നല്ല ഒരു ഇൻഫർമേഷൻ ആണെന്ന് തോന്നുന്ന പക്ഷം ഇതേവരിലേക്കും എത്തിക്കുക. നമസ്കാരം.